ഹലോ, നല്ല നമസ്കാരം. കരം ഒറ്റവാക്കിൽ പറഞ്ഞാൽ കൽക്കട്ട ന്യൂസിനും രണത്തിനും ഉണ്ടായ അവിഹിതത്തിലുണ്ടായ കുഞ്ഞാണ് കരം. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ മേക്കിംഗ് എല്ലാം ഭയങ്കര ഹൈ ആണ്. ടെക്നിക്കലി മേക്കിങ് എല്ലാം നല്ല കിടിലം സാധനം, വളരെ ഹൈ സാധനം. പക്ഷേ സ്റ്റോറി ബേസ് വളരെ ഉജ്ജ്വലമായ ടൈപ്പായിപ്പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതിൻ്റെ DOP ജോമോൻ ടി ജോൺ, മോനെ ഒരു രക്ഷയില്ല. അദ്ദേഹത്തിൻ്റെ ഓരോ ഫ്രെയിമും കിടിലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ എഡിറ്റിങ്ങും രഞ്ജൻ എബ്രഹാം, ഈ രണ്ട് ഇതും സാധനവും നല്ല രീതിക്ക്, അതോടൊപ്പം തന്നെ ഇതിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്ന ഗ്രാഫിക്സ് ആ സാധനവും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ആക്ഷൻ സീക്വൻസും വളരെയധികം എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ പറയേണ്ട കാര്യങ്ങൾ, കഥ ഒരു നാറിയ കഥയായിപ്പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. മറ്റൊന്നും തന്നെ ഇതിനെക്കുറിച്ച് പറയാനില്ല. കഥ മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ബാക്കി എല്ലാ സാധനവും ഇതിൻ്റെ സാധനം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഷാൻ റഹ്മാൻ പെടപ്പിച്ചിട്ടുണ്ട്. ആ ഇൻ്റർവെല് പഞ്ച് ഒക്കെ കിടിലമാക്കി വെച്ചിട്ടുണ്ട്. ചിലയിടത്തൊക്കെ വളരെയധികം ഫ്ലാറ്റായിട്ട് എനിക്ക് തോന്നി. ചില ആക്ഷൻ സീക്വൻസിൽ അദ്ദേഹം എന്താണ്, ചെണ്ടയാണോ മൃദംഗമാണോ എന്തൊരു സാധനം എടുത്ത് ഉപയോഗിച്ചിട്ട് ഒരു ഫ്ലാറ്റായിട്ട് ഈ സീനും ഇതും കൂടി പിന്നെ ബാലൻസ് ആകാതെ ഒന്ന് താന്നു ഒന്ന് പൊങ്ങിയിരിക്കുന്നത് പോലെ എനിക്കൊരു ഫീല് തോന്നി. ആ ഒരു പ്രശ്നം മാത്രമായിട്ട് ഇത് തോന്നിയിട്ടുണ്ട്. പിന്നെ നരനിലെ ഒരു പാട്ടുണ്ടല്ലോ, ഓഹോ ഞാനൊരു നരൻ, അങ്ങനെ ഒരു ഹമ്മിങ് ഉണ്ടല്ലോ വിനീത് ശ്രീനിവാസൻ്റെ, അതേ സെയിം പാറ്റേൺ ആയിട്ടുള്ള ഒരു സാധനം ഹമ്മിങ് ഇതിൽ ഫുള്ളായിട്ട് കയറ്റി പിന്നെ ഷാൻ റഹ്മാൻ വെറുപ്പിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് കയറ്റി വെറുപ്പിച്ചിട്ടുണ്ട്, നന്നായിട്ട് വെറുപ്പിച്ചിട്ടുണ്ട്. അത് ഒന്നിയിലെങ്കിലും ഇടയ്ക്കെങ്കിലും ഒരു ഫീമെയിൽ വോക്കൽ വന്നെങ്കിലും ഇതുകൂടി നന്നാകുമായിരുന്നു എന്നെനിക്ക് തോന്നി. ആ പിന്നെ വിനീത് ശ്രീനിവാസൻ്റെ തന്നെ അതേ ഒരു സെയിം സാധനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയ ഒരു ഹമ്മിങ് അത് മൊത്തത്തിൽ ഇട്ട് വെറുപ്പിച്ചിട്ടുണ്ട്. അത് ചില സ്ഥലത്ത് അത് നന്നായിട്ട് വർക്കൗട്ടുണ്ട്, ചില സ്ഥലത്തൊക്കെ അത് വളരെയധികം ഇത് ഒരു അരാജകത്വം പോലെ തോന്നി. സൗണ്ട് ഡിസൈനിങ് ഒക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചില സ്ഥലത്ത് മാത്രമാണ് ഷാൻ റഹ്മാനെ പിടപ്പിക്കാൻ പറ്റും. ഒരു 3 ഇടത്ത് ഞാൻ പറയാം പിടപ്പിച്ചിട്ടുണ്ട്. ഇൻ്റർവെല്ലിലെ ബ്ലോക്ക്, ആ ഒരു സാധനം കീട്ടിലോ വെച്ചാൽ കീട്ടിലും സാധനം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിലത്തെ സീനും അത് നല്ല രീതിക്ക് തന്നെ പിടപ്പിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ പിടപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള സ്ഥലത്ത് ഷാൻ റഹ്മാൻ വെറുപ്പിച്ച്. പിന്നെ ഇതിൻ്റെ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നോബിൾ ബാബു തോമസ്, അദ്ദേഹമാണ് ഇതിൻ്റെ റൈറ്റർ കൂടി. അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം ഒരുപക്ഷെ റൈറ്റ് ചെയ്തപ്പോൾ വിചാരിച്ചിട്ട് കാണില്ല ഈ സിനിമയുടെ നായകനായിട്ട് അദ്ദേഹം വരുമെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആക്ടിങ് തുടക്കത്തിൽ അദ്ദേഹം ഒരു പട്ടാളക്കാരനായിട്ടാണ് നന്നായിട്ട് പെർഫോം ചെയ്തു. ആ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അദ്ദേഹം പിന്നെ അടുത്ത ഇതിൽ ലവ് സീനിൽ അദ്ദേഹത്തിൻ്റെ ഭാവം അങ്ങ് മാറും. അത് കഴിഞ്ഞിട്ട് ഫാമിലി ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവം മാറും. പിന്നെ അല്ലെങ്കിൽ പിന്നെ ത്രില്ലർ ടൈമിൽ അദ്ദേഹത്തിൻ്റെ ഭാവം മാറും. ഒരേ ഭാവമാണ് മുഴുവൻ. തുടക്കം മുതൽ അവസാനം വരെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആക്ടിങ് എനിക്ക് വളരെ ബുദ്ധിമുട്ട് വല്ല തോന്നി. അദ്ദേഹം ഇതിന് ആപ്റ്റല്ലായെന്ന് എനിക്ക് തോന്നി. പിന്നെ നായികയുടെ കാര്യത്തിൽ വരുമ്പോൾ സനയായിട്ട് പെർഫോം ചെയ്ത ഓൺട്രിയ മെറിയം, ആ ഒരു പെണ്ണ് ആദ്യം തുടക്കത്തിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാര്യം അവരുടെ ഒരു പെർഫോമൻസ് വളരെ ഒരു ക്രിഞ്ചായിട്ട് എനിക്ക് തോന്നി. അത് കഴിഞ്ഞിട്ട് പക്ഷേ സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ ആ കുട്ടിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ താരയായിട്ട് വന്ന അതോടൊപ്പം രേഷ്മ സെബാസ്റ്റ്യൻ, ആ പെണ്ണും അത്യാവശ്യം നന്നായിട്ട് തന്നെ ചില സാധനങ്ങൾ നന്നായിട്ട് തന്നെ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഒരു നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ ഒരു കൊച്ചു പെൺകുഞ്ഞിനെ വെച്ചുകൊണ്ട് പാസം കാണിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് വെറും ക്രിഞ്ചായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ, സീരിയസ്ലി. അതോടൊപ്പം തന്നെ നമ്മുടെ ബാബുരാജിൻ്റെ കോമഡിയൊക്കെ നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. കീടിലമായിട്ട് വർക്കായിട്ടുണ്ട്. പക്ഷേ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള സ്പേസ് ഇതിലില്ലായിരുന്നു എന്നുള്ളതാണ്. കഥയിൽ അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള സ്പേസ് ഇല്ലായിരുന്നു. പിന്നെ മനോജ് കെ ജയൻ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അദ്ദേഹത്തെ കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഓറോ, അദ്ദേഹത്തിൻ്റെ ആ പ്രസൻസ് കിടിലം എന്ന് വെച്ചാൽ കിടിലം. പക്ഷേ
സെക്കൻഡ് വന്നപ്പോൾ അദ്ദേഹത്തെ കോമഡി പീസ് ആക്കി കളഞ്ഞു. അതോടൊപ്പം തന്നെ ശ്വേതാ മേനോനെ മസിൽ പിടിച്ച് ഇരുത്തി നല്ല കോസ്റ്റ്യൂമാണ്, നല്ല ഫ്രെയിമൊക്കെ ആയിരുന്നു, കിടിലമായിരുന്നു. പക്ഷേ കോമഡി പീസാക്കി കളഞ്ഞില്ലടേ. ഹോം അഫയേഴ്സ് മിനിസ്റ്ററൊക്കെ തന്നെ. പക്ഷേ അതിന് ഇങ്ങനെ ഇത്ര മസിൽ പിടിച്ചിട്ടൊക്കെ പറയേണ്ട കാര്യമുണ്ടായിരുന്നു. പിന്നെ ഷാജോൻ്റെ ക്യാരക്ടർ, ഷാജോനാണെങ്കിൽ എന്തോ ഒരു സാധനം പറയുമല്ലോ, നമുക്ക് സാധിക്കില്ല എന്ന് തോന്നുന്ന സാധനം നമുക്ക് വന്നാൽ നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതൊക്കെ പറഞ്ഞുകൊണ്ട് ക്രിഞ്ചടിപ്പിച്ചിട്ട് അത് അവസാനം പോയിട്ട് ഷാജോൻ വാട, അതായത് നമ്മുടെ പുമ്പുരാനിലെ ഒരു ഡയലോഗുണ്ടല്ലോ, വാട എന്ന് പറഞ്ഞ് ലാലേട്ടൻ പറയുന്നത് അതേപോലത്തെ ഒരു ഡയലോഗൊക്കെ പറഞ്ഞ്. പിന്നെ ഇതിൻ്റെ സീനൊക്കെ ഉണ്ടല്ല വളരെയധികം പ്രെഡിക്റ്റബിളാണ്. അടുത്ത സീൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു ഡോറിനെ കൺഫ്യൂസ് ആക്കിക്കൊണ്ട് പിന്നെ 2 സീന് സെയിം സാധനം, അതെന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം. ഒരു ഡോറിൽ നിന്ന് മറ്റൊരു ഡോറിലേക്ക് പോയിട്ട് മറ്റേ ഡോറിൽ പോയി കൊട്ടി അവർ പോയെന്ന് പ്രതീക്ഷിച്ച് പുറത്ത് വരുമ്പോൾ അവരവിടെ നിൽക്കുന്നു. ഇതേ സെയിം സാധനം രേഷ്മയ്ക്കും വയ്ക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ ഷാജോനും വയ്ക്കുന്നുണ്ട്. സെയിം സീന്. ഒരു അടുത്തത് എന്തെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റോറിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. ടെക്നിക്കലി മാത്രമാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റമുണ്ടായിട്ടുള്ളത്. വിനീതിൻ്റെ പഴയ സാധനം തന്നെ പിടിക്കുന്നതാണ്. ലവ് ട്രാക്കാണ് ഏറ്റവും ബെസ്റ്റ്, സേഫും. അദ്ദേഹത്തിൻ്റെ ആ മേക്കിങ് മലയാളികൾക്ക് ഇഷ്ടമാണ്. പക്ഷേ അദ്ദേഹം ഈ ട്രാക്ക് മാറ്റി പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അങ്ങനെയുള്ളൊരു സ്റ്റഫ് ഇത് ഉണ്ടാവണം, കഥയിൽ ഉണ്ടാവണം. പക്ഷേ ടെക്നിക്കലി നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ഉറപ്പായിട്ടും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പിന്നെ മറ്റൊരാളെ പറയാൻ മറന്നുപോയി, ഇതിൻ്റെ വില്ലൻ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ഈവാൻ. അദ്ദേഹത്തിൻ്റെ ഈവാൻ എന്തൊരു പേരാണ് എനിക്ക് അറിഞ്ഞൂടാ, ഗുവാച്ച് അങ്ങനെ എന്തൊരു പേരാണ്. അദ്ദേഹം വെറും ഒരു കളിക്കാരനല്ല എന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തു. പക്ഷേ അദ്ദേഹത്തെ ക്ലൈമാക്സിൽ കൊണ്ടുപോയി കോമഡി പീസാക്കി കളഞ്ഞു എന്നുള്ള ഒരു പരാതി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ അദ്ദേഹം പെർഫോം ചെയ്ത് കിടിലാക്കിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സൗണ്ട് കൊണ്ടും ക്വാളിറ്റി കൊണ്ടും വിഷ്വൽസ് കൊണ്ടും ഇത് വളരെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ സ്റ്റോറി മാത്രം നമ്മൾ മുന്നിൽ കഴിക്കരുത്. മേക്കിംഗ് കൊണ്ട് എല്ലാം കൊണ്ടും നന്നായിട്ട് തന്നെയുണ്ട്. ഓക്കെ, താങ്ക് യു.